ഹായ് ഓൾ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷയുടെ രണ്ടാമത്തെ എപ്പിസോഡിൻ്റെ ഒരു ഷോർട്ട് റിവ്യൂ ആണ് ഇപ്പോൾ പറയുന്നത്. ആദ്യത്തെ എപ്പിസോഡിൽ കണ്ട അതേ പാറ്റേൺ തന്നെയായിരുന്നു ഈ സെക്കൻഡ് എപ്പിസോഡിലും കാണാൻ കഴിഞ്ഞത്. ആദ്യത്തെ ദിവസത്തെ ആദ്യത്തെ ടാസ്കിൽ പുറത്തായി പോയ 20 പേര് വീണ്ടും തിരികെ സ്റ്റേജിലോട്ട് വരുന്നു. അവരെ 3 ടീമുകളിലായിട്ട് തരംതിരിക്കുന്നു. അഖിൽ മാരാറിൻ്റെ ടീം, റിയാസിൻ്റെ ടീം, രഞ്ജിനിയുടെ ടീം. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ 3 ടീമുകളെയും പ്രത്യേകം സ്റ്റേജിലേക്ക് വിളിക്കുന്നു, അവരെ പരിചയപ്പെടുത്തുന്നു. അത് കഴിഞ്ഞിട്ട് അവർക്ക് ഓരോ ടാസ്കുകൾ കൊടുക്കുന്നു. ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കണ്ട അതേ പാറ്റേൺ തന്നെ. എന്തൊക്കെയാണ് സെക്കൻഡ് എപ്പിസോഡിൽ നടന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമ്മുടെ അവതാരകയായ റിനീഷ വരുന്നു. ഏകദേശം നന്നായിട്ട് തന്നെ സ്റ്റേജും ഈ ഷോയും റിനീഷ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. വളരെ എന്റർടൈൻമെന്റ് തന്നെയായിട്ടാണ് ഷോ മുന്നോട്ട് പോകുന്നത്. അവതാരക എന്ന നിലയിൽ റിനീഷ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നതായിട്ടാണ് തോന്നുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ജഡ്ജസിനെ പറ്റി പറയാൻ വാക്കുകളില്ല. സത്യത്തിൽ ജഡ്ജസ് അടിപൊളിയാണ്. മേ ബി അവരുടെ പല ഡിസിഷനുകളും നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, ചിലപ്പോൾ അവരുടെ പെരുമാറ്റവും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ ജഡ്ജസ് എന്ന ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഷോയ്ക്കകത്ത് രഞ്ജിനി ആണെങ്കിലും അഖിലാണെങ്കിലും റിയാസ് ആണെങ്കിലും തകർക്കുകയാണ്. പ്രത്യേകിച്ച് രണ്ടാമത്തെ എപ്പിസോഡിൽ അവർ ഗംഭീരമായിരിക്കുന്നു. അതുപോലെ തന്നെ റിനീഷ വരുന്നു, ജഡ്ജസുമായിട്ട് ജസ്റ്റ് ഒന്ന് സംസാരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തത് അല്ലെങ്കിൽ ഓർത്തിരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആരാണെന്ന് ചോദിക്കുമ്പോൾ റിയാസ് പൂജയുടെ പേര് പറയുന്നുണ്ട്. ആ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്തതിന്റെ കാരണം പൂജയാണല്ലോ, അതുകൊണ്ടാണ് റിയാസ് പൂജയുടെ പേര് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ബാക്കി 20 പേരെ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. പിള്ളേരെല്ലാം ഓടിച്ചാടി തുള്ളി മറിഞ്ഞാണ് സ്റ്റേജിലേക്ക് വരുന്നത്. കാരണം ഭയങ്കര എക്സൈറ്റഡ് ആണ് പലരും. കഴിഞ്ഞ ദിവസം ഒരു ഓപ്പർച്യൂണിറ്റി ഇനി കിട്ടില്ലേ എന്ന് വിചാരിച്ചിരുന്നിടത്ത് നിന്നാണ് അവർക്ക് വീണ്ടും സ്റ്റേജിലേക്ക് വരാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതിൽ തന്നെ ഒരു പൂജ, അതായത് ഇന്നലത്തെ എപ്പിസോഡിൽ ഒരു പൂജ ഉണ്ടായിരുന്നു, ഇന്നത്തെ എപ്പിസോഡിൽ ഒരു പൂജയുണ്ട്. ആ പൂജയാണ് നമ്മളിപ്പോൾ പല പ്രൊമോകളിലും കണ്ടത്. അതായത് ജഡ്ജസുമായി തർക്കിക്കുന്നത് പോലെ ഇവിടെ ജസ്റ്റിസ് സെർവ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ ആള് കഴിഞ്ഞ ദിവസത്തെ ഫസ്റ്റ് എപ്പിസോഡിലെ പൂജ പൂട്ടും താക്കോലും ഉപയോഗിച്ച് തുറക്കേണ്ട ടാസ്കിൽ താക്കോൽ ഉപയോഗിച്ച് പൂട്ട് തുറന്നില്ലല്ലോ. അപ്പൊ തുറക്കാതെ തന്നെ ആ ടാസ്കിൽ അവരെ വിജയിപ്പിച്ചത് അവർ കരയുന്നത് കണ്ടിട്ടെന്നാണ് ഇന്നത്തെ 20 പേരിലുള്ള പൂജ പറയുന്നത്. അതേസമയം ജഡ്ജസ് ഒന്നും പറയാനില്ല, അവരടിച്ചൊതുക്കി കളഞ്ഞു. ഇവരുടെ ഈ ഒരു അഭിപ്രായത്തെ കരയുന്നത് കണ്ടിട്ട് വിജയിപ്പിച്ചതല്ല എന്ന് ജഡ്ജസ് അവിടെ സ്ഥാപിച്ചു. കാരണം രഞ്ജിനി വളരെ സീരിയസ് ആയിട്ട് തന്നെ ആ ടോപ്പിക് എടുത്തു. നിങ്ങളോട് എല്ലാവരോടും പൊതുവായിട്ട് ചോദിച്ചിട്ടാണ് പൂജയെ ആ ടാസ്കിൽ വിജയിച്ചതായി പരിഗണിച്ചത് എന്ന് രഞ്ജിനി ചൂണ്ടിക്കാണിച്ചു. ആ സമയത്ത് നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് രഞ്ജിനി അവിടെ ക്വസ്റ്റ്യൻ ചെയ്തു. അതുമാത്രമല്ല, പൂജയുടെ കയ്യിൽ കൃത്യമായിട്ട് ക്ലൂ ഉണ്ടായിരുന്നു, കീയും ഉണ്ടായിരുന്നു. അവിടെ സംഭവിച്ച കാര്യം എല്ലാവരും ക്ലിയർ ആയിട്ട് കണ്ടതാണ്. മറ്റൊരു വ്യക്തി ബുദ്ധിപൂർവം ആ കീ കൈക്കലാക്കാൻ ശ്രമിച്ചത് കൊണ്ടുണ്ടായ ഒരു പ്രശ്നം കൂടിയായിരുന്നു അത്. അതുകൊണ്ട് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് കറക്റ്റായിട്ട് പറയണം എന്നുള്ള ഒരു താക്കീത് കൊടുത്ത് ജഡ്ജസ് ആ വിഷയം അവിടെ അവസാനിപ്പിച്ചു. അതിനകത്ത് നമുക്ക് ജഡ്ജസിനെയും കുറ്റം പറയാൻ പറ്റത്തില്ല. പിന്നെ ഇതിനകത്ത് ന്യായങ്ങൾക്ക് വലിയ സ്ഥാനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അഗ്നിപരീക്ഷ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് കുറെ ലക്കാണ്. പിന്നെ കുറെ എന്ന് പറയുന്നത് ജഡ്ജസിന്റെ ഡിസിഷൻ പോലെ ഇരിക്കും. ജഡ്ജസ് ഈ കണ്ടസ്റ്റൻസിനെ എങ്ങനെ കാണുന്നു എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് ഈ ഇനിഷ്യൽ സ്റ്റേജിൽ. കാരണം ഒരു ടാസ്കിൽ ആര് ജയിക്കണം, ആര് പരാജയപ്പെടണം, അല്ലെങ്കിൽ എന്ത് മാനദണ്ഡം അനുസരിച്ചാണ് ഒരാളെ ജയിപ്പിക്കേണ്ടത് എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് അവിടുത്തെ അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് ജഡ്ജസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഈ പറയുന്ന പോലെ കണ്ടസ്റ്റൻസിന് ഒരു പരിധി കൂടുതലൊന്നും ജഡ്ജസിനോട് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് ഈ ഘട്ടത്തിൽ തോന്നുന്നില്ല. എന്തായാലും ജഡ്ജസുമായി അവരൊന്ന് മുട്ടി നോക്കി, പക്ഷെ ഇത്തവണ ജഡ്ജസ് അവിടെ സ്കോർ ചെയ്തു. കണ്ടസ്റ്റൻസിന് ജഡ്ജസിനോട് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അവർ ഓർക്കേണ്ട ഒരു കാര്യം, ജഡ്ജസിനോട് ഫൈറ്റ് ചെയ്ത് ജയിക്കാനല്ല അവർ പോയത്, അവരോട് പരസ്പരം ഫൈറ്റ് ചെയ്തിട്ട് വിൻ ചെയ്ത് ബിഗ് ബോസ് അകത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അവർ പോയത്. പക്ഷെ ഈ കാര്യം എവിടെയൊക്കെയോ മത്സരാർത്ഥികൾ മറന്നു പോകുന്നത് പോലെയാണ് നമുക്ക് ഈ 2 എപ്പിസോഡ് കാണുമ്പോഴും തോന്നുന്നത്. ഇനി അടുത്തതായിട്ട് ഈ എപ്പിസോഡിൽ പ്രധാനമായും നടന്ന ടാസ്കുകളാണ്. ആദ്യം വരുന്നത് നമ്മുടെ രഞ്ജിനി ഹരിദാസിന്റെ ടീമാണ്. ഞാൻ ജസ്റ്റ് അവരുടെ പിക്ചർ ഇവിടെ വെക്കാം. ഇവരുടെ ടാസ്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് കുറെ ജാമതീയ രൂപങ്ങൾ കൊടുക്കുകയാണ്. ഈ ജാമതീയ രൂപങ്ങൾ കൊടുത്തുകൊണ്ട് ഇവർ അതിൻ്റെ ഒരു ഘടന ഉണ്ടാക്കിയെടുക്കണം. ഒന്നിനു മുകളിൽ മറ്റൊന്ന് വെച്ചുകൊണ്ട് ഒരു ഘടന ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ടാസ്ക്. ഈ ടാസ്ക് വിൻ ചെയ്യുന്നത് 2 പേരാണ്, ഷിജു
രാകേഷ്. ഈ രണ്ടുപേരും ടാസ്ക് വിൻ ചെയ്യുന്നു. ഇവർക്ക് രണ്ടുപേർക്കും ഇൻഫിനിറ്റ് പെൻഡന്റ് കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ജഡ്ജസ് ഡിസൈഡ് ചെയ്യുന്നു. അവർക്കൊപ്പം തന്നെ വൈശാഖ് എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിയും നേരത്തെ തന്നെ ഈ ടാസ്ക് പൂർത്തിയാക്കി നിന്നിരുന്നു. അദ്ദേഹത്തിന് എന്തുകൊണ്ട് കൊടുത്തില്ല എന്നത് തീർച്ചയായും പ്രേക്ഷകർ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് ആണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം. അത് കഴിഞ്ഞിട്ട് അടുത്ത ടീം വരുന്നു. അത് റിയാസിന്റെ ടീമാണ്. ഈ ടീമിൽ നിന്നാണ് ഒരാൾ ശരിക്കും ആ ഒരു പെൻഡന്റ് നേടിക്കൊണ്ട് ജയിക്കുന്നത്. അതായത് ഹാഷി എന്ന് പറയുന്ന വളരെ യങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. വളരെ സ്മാർട്ടാണ്. അവിടെ ശരിക്കും ഒരു തർക്കം പ്രേക്ഷകർക്കിടയിൽ ഉണ്ടാകാം. TP തോമസ് എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിയും ആഷിയും ഈ രണ്ടുപേരുമാണ് ആ ടാസ്കിൽ ലാസ്റ്റ് വരുന്നത്. ഈ ടാസ്ക് എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പല ബിഗ് ബോസ് സീസണുകളിലും കണ്ടിട്ടുള്ള അതിനോട് സാദൃശ്യമുള്ള ഒരു ടാസ്ക് ആണ്. കയ്യിൽ ഒരു വടി പിടിച്ചു നിൽക്കും. മ്യൂസിക്, ചെണ്ടമേളം എന്നിവ കേൾക്കുന്ന സമയത്ത് ചാടിക്കൊണ്ടിരിക്കണം. അത് നിർത്തുന്ന സമയത്ത് പെട്ടെന്ന് വടി കയ്യിൽ നിന്ന് വിട്ട് അടുത്തത് ക്യാച്ച് ചെയ്യണം. ഇതാണ് ടാസ്ക്. അതിനകത്ത് TP തോമസ് വളരെ സ്മാർട്ടായിട്ട് കളിച്ചു. ആഷിയും നന്നായിട്ട് കളിച്ചു. തത്വത്തില് ടാസ്ക് ജയിച്ചത് TP തോമസ് ആണ്. പക്ഷെ ജഡ്ജസ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 11 റൗണ്ട് കൂടി പോകാനായിട്ട് പ്ലാൻ ചെയ്തതാണ് എന്നാണ്. ഈ ടാസ്കിൽ പക്ഷെ ഒരു കൺഫ്യൂഷൻ വന്നുപോയി. TPയുടെ കയ്യിലിരുന്ന വടി പെട്ടെന്ന് തറയിലേക്ക് ഇട്ടിട്ടാണ് നമ്മുടെ ആഷിയുടെ വടി പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നത്. ക്യാച്ച് ചെയ്തത് സ്മാർട്ടായിട്ട് പിടിച്ചു. അടിപൊളി ക്യാച്ചുമായിരുന്നു അത്. പക്ഷെ ജഡ്ജസ് ഫൈൻഡ് ചെയ്ത ഒരു കാര്യം, കയ്യിലിരുന്ന വടി ഇങ്ങനെ തറയിൽ മുട്ടി മുട്ടി നിൽക്കണം എന്നുള്ളതാണ് ടാസ്കിൽ പറയുന്നത്. പക്ഷെ അത് ചെയ്തില്ല. കയ്യിൽ വടി പിടിച്ച് നിന്നതുകൊണ്ടാണ് അത് പെട്ടെന്ന് തറയിലേക്ക് ഇട്ടത് എന്നൊരു പോയിന്റ് പറഞ്ഞിട്ട് പിന്നീട് നമ്മുടെ ആഷി ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു. രഞ്ജിനിക്കും റിയാസിനും ഇത് ഒരു റൗണ്ട് കൂടി ഇവർക്ക് മാത്രമായിട്ട് നടത്തി നോക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ അഖില് പറഞ്ഞത് ലൈഫിൽ ഓപ്പർച്യൂണിറ്റീസ് ഒരുക്കി കിട്ടും, അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് അനുസരിച്ച് ഒരു വിധി നിർണയിച്ച് പോവുക എന്നുള്ള ഒരു പോയിന്റിലേക്ക് അവരെത്തി. ഫൈനലി അതിനകത്ത് ജഡ്ജസിന്റെ ഡിസിഷൻ എന്ന് പറയുന്നത് ഹാഷിയാണ് വിന്നർ എന്നുള്ളതായിരുന്നു. അങ്ങനെ പെൻഡന്റ് ഹാഷിക്കാണ് കിട്ടുന്നത്. ഇനി അടുത്ത മൂന്നാമത്തെ ടീം എന്ന് പറയുന്നത് നമ്മുടെ അഖിൽ മാരാറിന്റെ ടീമാണ്. ഇവിടുത്തെ ടാസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടസ്റ്റൻസിന് ഓരോരുത്തർക്കും ഓരോ കളറിലുള്ള പേപ്പർ കൊടുക്കും. അത് കഴിഞ്ഞ് ഒരു സ്ട്രോ കൊടുക്കും. കുറെ പേപ്പറുകൾ ഒന്നിച്ച് തറയിൽ കൂട്ടിയിട്ടിട്ടുണ്ടാകും. അപ്പോൾ ഇവർ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നിൽക്കുന്ന പോഡിയത്തിന്റെ അവിടെ നിന്ന് ബസർ ശബ്ദം കേൾക്കുമ്പോൾ ഓരോ തവണയും വന്നിട്ട് ആ സ്ട്രോ ഉപയോഗിച്ച് എയർ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കളർ പേപ്പർ എയർ ലിഫ്റ്റ് ചെയ്യണം. ആ പേപ്പർ എയർ ലിഫ്റ്റ് ചെയ്ത് ഒരു ബൗൾ കാണും. ആ ബൗളിലേക്ക് കൊണ്ടുപോയി ഇടുക എന്നുള്ളതാണ് ഇവരുടെ ടാസ്ക്. ഏറ്റവും കൂടുതൽ പേപ്പറുകൾ കൊണ്ടുവന്ന് ബൗളിൽ നിറയ്ക്കുന്ന ആളായിരിക്കും ടാസ്ക് ജയിക്കുക. അതിനകത്ത് ലോലീറ്റ എന്ന് പറയുന്ന മത്സരാർത്ഥിയാണ് വളരെ നന്നായിട്ട് പെർഫോം ചെയ്തത്. വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു. 26 പേപ്പർ കഷ്ണങ്ങളാണ് അവർ കളക്ട് ചെയ്തത്. അങ്ങനെയാണ് ഇതിനകത്ത് ഫസ്റ്റ് വിന്ന് ചെയ്യുന്ന ഒരാളായത്. പെൻഡന്റ് അവർക്ക് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല സ്ട്രാറ്റജി ഒക്കെ യൂസ് ചെയ്ത് പ്ലേ ചെയ്തിട്ടുള്ള ശ്യാം ഷാജിക്കും ഒരു പെൻഡന്റ് കൊടുക്കാൻ ജഡ്ജസ് തീരുമാനിച്ചു. ശ്യാം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ശ്യാം 24 പേപ്പറുകളാണ് കളക്ട് ചെയ്തതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ എന്നിട്ടും പുള്ളിക്കും ആ ഒരു പെൻഡന്റ് ജഡ്ജസ് കൊടുക്കാൻ ഡിസൈഡ് ചെയ്തു. അതിന്റെ റീസൺ ശ്യാം സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ടാണ് ഗെയിം കളിച്ചത്. എന്ന് വെച്ചാൽ ആള് പേപ്പർ കളക്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സറൗണ്ടിങ്സിലുള്ള ആളുകളുടെ പേപ്പർ ഊതിക്കളഞ്ഞിട്ടാണ് തന്റെ പേപ്പർ കളക്ട് ചെയ്തത്. ഗെയിമിനകത്ത് അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി യൂസ് ചെയ്തു എന്നുള്ള കാരണം കൊണ്ടും 24 പേപ്പർ കഷ്ണങ്ങൾ കളക്ട് ചെയ്തു എന്നതുകൊണ്ടും ശ്യാം ഷാജിക്കാണ് രണ്ടാമത്തെ ഇൻഫിനിറ്റ് പെൻഡന്റ് കിട്ടുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ ബേസിക്കലി ഇത്രയും കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്. ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എപ്പിസോഡ് അവസാനിക്കുന്നതിന് മുന്നേ അവർ പറഞ്ഞത് 40 കണ്ടസ്റ്റൻസ് ഒന്നിച്ച് സ്റ്റേജിലേക്ക് വന്നിട്ട് പരസ്പരം കൊമ്പ് കോർക്കുമെന്നാണ്. അപ്പൊ നമ്മുടെ റെനീഷ ഈ എപ്പിസോഡ് അവസാനിപ്പിച്ചിരിക്കുന്നത് ഇത് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ രണ്ടാമത്തെ എപ്പിസോഡും ആദ്യത്തെ എപ്പിസോഡും കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ ഏതാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും രണ്ടാമത്തെ എപ്പിസോഡാണ്. അത് കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. അപ്പോൾ ഇനി ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റുകളും വീഡിയോകളുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.